ഹലോ കൂട്ടുകാരെ, ഏവർക്കും JB ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എറണാകുളം കൊച്ചിൻ ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളോ വേറെ എന്തെങ്കിലും ജോലി പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിലൊക്കെയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ റിഗാർഡിങ്ങോ പ്രൊമോഷണൽ വർക്കോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, അവർക്കൂടെ ഉപകാരപ്പെട്ടെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസിയിലേക്ക് കടക്കാം. നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ കൂട്ടുകാരെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം. ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്നത് ടെക്നിക്കൽ അഡ്വൈസറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ആവുന്നതാണ്. വയസ്സ് പറഞ്ഞിരിക്കുന്നത് ബിലോ 32 വയസ്സെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് ആണെങ്കിൽ 32 വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് കമ്പനിയുടെ പേര് ഡാൽമിയ സിമെൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് വേക്കൻസികളുള്ളത്. ഇൻഡസ്ട്രി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ്റെ വർക്കുകളാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ ITI, ഡിപ്ലോമ ഇൻ സിവിൽ അല്ലെങ്കിൽ BTech സിവിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് നിങ്ങൾക്കൊരു മിനിമം ഒരു 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് കുറച്ച് മുൻഗണന ഉണ്ടായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ 2 വീലർ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം, ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം, ഡ്യുവൽ സിമ്മിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം. സാലറി ആണെങ്കിൽ 25,000 രൂപയാണ് പെർ മന്ത്ലി കിട്ടുക. നിങ്ങൾക്കാണെങ്കിൽ അല്ലാതെ പെർ ഡേ സെപ്പറേറ്റ് ഇത് ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എമൗണ്ട്, ട്രാവൽ അലവൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ആനുവലി നിങ്ങൾക്കൊരു 60,000 രൂപ ആനുവൽ ബോണസും കിട്ടുന്നതാണ്. ഇത് ലൊക്കേഷൻ ആണെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മാത്രമല്ല, ഇത് ട്രിവാൻഡ്രത്തും ഉണ്ട്, അതേപോലെ തന്നെ മലപ്പുറത്തുണ്ട്, കൊല്ലം ഉണ്ട്, അതേപോലെ തന്നെ കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, വയനാട് ഇത്ര സ്ഥലങ്ങളിലേക്കാണ് വേക്കൻസികളുള്ളത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ വാട്സപ്പ് ചെയ്ത് കൊടുക്കുക. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ക്ലാസ് കോർഡിനേറ്ററിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ആവുന്നതാണ്. സാലറി ആണെങ്കിൽ 29,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. ജോലി ടൈമിംഗ് ആണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പീരിയൻസ് ആണെങ്കിൽ 1 ഇയർ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് എറണാകുളത്ത് പറവൂരിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ ആമസോണിൻ്റെ വെയർ ഹൗസിലേക്ക് അസോസിയേറ്റ്സിനെ ആവശ്യമുണ്ട്. അത് മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ആവശ്യമായിട്ടുള്ളത്. 35 വയസ്സിന് താഴെ ആയിരിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ 9 തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റും ഉണ്ട്, മോർണിംഗ് ഷിഫ്റ്റും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ സാലറി ആണെങ്കിൽ 13,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. പ്ലസ് PF-ഉം ESI-യും പിന്നെ ബോണസും ഒക്കെ നിങ്ങൾക്ക് പ്രത്യേകം കിട്ടുന്നതാണ്. ഇത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നോർത്ത് കളമശ്ശേരിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്കാണ്. അടുത്ത വേക്കൻസി ആണെങ്കിൽ പാർട്ട് ടൈം വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. പാർട്ട് ടൈം പാക്കിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ ആണെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കാക്കനാട് പടമുകളിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. ജോലി ടൈമിംഗ് ആണെങ്കിൽ വൈകിട്ട് 5 മണി തൊട്ട് രാത്രി 9:30 വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ ഈ 2 സ്ഥലങ്ങളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. എറണാകുളത്തുമാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് ബാങ്കിൻ്റെ ഡയറക്റ്റ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാലറി കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ ടൈമിലേ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ബാക്കി വിവരങ്ങളൊക്കെ അവിടെ നിന്ന് അറിയാവുന്നതാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇത് എറണാകുളത്ത് 40% കമ്മീഷൻ വ്യവസ്ഥയിൽ കാറുകൾ ഓടിക്കാൻ ലോക്കൽ ഡ്രൈവേഴ്സിനെയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ ഉടനെ കയറാൻ പറ്റുന്നവർ മാത്രം വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വേറെ സാലറി അങ്ങനെയൊന്നും പറഞ്ഞില്ല. അത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വിളിച്ചാൽ മതി. വാലിഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്പം ഇതിൽ താഴെ നമ്പർ വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.
നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പിലേക്കാണ്. എറണാകുളം മൂവാറ്റുപുഴ ബ്രാഞ്ചിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. 26 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കാണ് ഈ വേക്കൻസി ഉള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇല്ല. ക്വാളിഫിക്കേഷൻ അങ്ങനെയൊന്നും പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല. ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ബാക്കി വിവരങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ ഒരു ബാങ്കിലേക്കാണ്. അവിടെ ഒരു ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. സാലറി പറഞ്ഞിരിക്കുന്നത് 25,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ലൊക്കേഷൻ ആണെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിളിക്കുന്ന സമയത്ത് പറയും. മിക്ക സിറ്റിയിലൊക്കെ ഒരുപാടടുത്ത് ഈ വേക്കൻസികളുണ്ട്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്നത്തെ എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ വേക്കൻസീസ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം. സ്ഥലവും അതേപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ വെച്ചൊന്ന് കമന്റിൽ ഇട്ടാൽ മതി. ഞാൻ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൂടെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.